Progress. Hey, good evening all. Today we are going to discuss with our topic psychiatry. Psychiatry പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സൈക്കാട്രി പഠിക്കാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ത് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ മൂന്നെണ്ണം വരുന്നുണ്ട്. ഫോബിയ വരുന്നുണ്ട്, OCD വരുന്നുണ്ട്, PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഓക്കെ, ഫസ്റ്റ് വൺ ആണെന്ത് ഫോബിയ. ഫോബിയ മീൻസ് എന്താണ്? ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു സാധനത്തോട് നമുക്ക് ഇറാഷണൽ ആയിട്ട് ഫിയർ വരുന്നു. ഇറാഷണൽ ഫിയർ ഓഫ് സംതിങ് അല്ലെങ്കിൽ someone else അല്ലെങ്കിൽ ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനോട് നമുക്ക് എന്താണ് ഒരു ഇറാഷണൽ ആയിട്ട് വരുന്ന ഫിയർ ആണെന്ത് ഫോബിയാസ്. ഫസ്റ്റ് പറയുന്നത് സോഷ്യോഫോബിയ. സോഷ്യോഫോബിയ മീൻസ് എന്താണ്? നമുക്ക് എന്തിനോടാണ് ഭയം? സൊസൈറ്റീന്റെ ഭയമാണ്. ഫിയർ ഓഫ് സൊസൈറ്റി. അക്രോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഹൈറ്റ്. ഹൈറ്റിന് പേടിക്കുന്നതാണെന്ത് അക്രോഫോബിയ. അഗോറോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഓപ്പൺ സ്പേസ്. ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ സ്റ്റേജിൽ ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെന്ത് അഗോറോഫോബിയ ഉള്ള ആൾക്കാർ. നെക്സ്റ്റ് വൺ ആണെന്ത് ക്ലോസ്ട്രോഫോബിയ. ക്ലോസ്ട്രോഫോബിയ മീൻസ് എന്താണ്? ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസസ്. ക്ലോസ്ഡ് സ്പേസിനോട് ഉണ്ടാകുന്ന ഭയമാണ് ക്ലോസ്ട്രോഫോബിയ. നെക്സ്റ്റ് വൺ ആണെന്ത് ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ മീൻസ് ഫിയർ ഓഫ് വാട്ടർ. വാട്ടറിനോട് ഭയം. ഹെമറ്റോ മീൻസ് എന്താണ്? ബ്ലഡ് ആണ് അവർക്ക് ഭയം. പിന്നെ നിക്ടോ മീൻസ് എന്താണ്? ഡാർക്ക്നെസ്സിന് ഭയം. ഫിയർ ഓഫ് ഡാർക്ക്നെസ്. നെക്സ്റ്റ് വൺ പൈറോഫോബിയ. ഫയറിനെ പേടി. ക്ലൈസോഫോബിയ മീൻസ് ഡേർട്ട് അല്ലെങ്കിൽ ജെംസിനോടുള്ള ഒരു ഭയം. മോണോഫോബിയ മീൻസ് ഒറ്റയ്ക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്കാകാനുള്ള ഭയം. ഫിയർ ഓഫ് ബീങ് എലോൺ. സൂഫോബിയ മീൻസ് അനിമൽസിനെയാണ് അവർക്ക് ഭയം. ഓക്കെ, ഇതാണ്. നെക്സ്റ്റ് വൺ ആണെന്ത് സീനോഫോബിയ. ഫിയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഇതൊക്കെയാണെന്ത് നമുക്ക് വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണെന്ത് OCD. OCD മീൻസ് എന്താണ്? ക്യാരക്ടറൈസ്ഡ് ബൈ ഒബ്സെഷൻ അല്ലെങ്കിൽ പ്രീ ഓക്യുപ്പൈഡ് തോട്ട്സ് ആൻഡ് കമ്പൾഷൻ ആക്ടിവിറ്റീസ് ടു ന്യൂട്രലൈസ് ദ ആൻസൈറ്റി. നമുക്ക് എന്താണ്? ഒരു സാധനത്തോട് നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ട്, എന്റെ കൈ മൊത്തം ഡേർട്ടി ആണ് എന്നൊരു ചിന്ത കാരണം നമ്മൾ എന്ത് ചെയ്യും? ആ ആൻസൈറ്റി റെഡ്യൂസ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ആൻസൈറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റഡ് ആയിട്ടുള്ള കമ്പൾസറി ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതാണ് ഇത് OCD. എന്തൊക്കെയാണ് അവർക്ക് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുന്നത്? അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അവരെന്താണ് ചിലപ്പം അവർ ചോദിക്കുമ്പോൾ പറയാം എന്റെ കൈ മൊത്തം ഡേർട്ടി ആണ്, സോ ഐ നീഡ് ടു വാഷ് മൈ ഹാൻഡ്സ്. അപ്പൊ എന്താണ് അതാണ് അവരുടെ ഫീലിങ്സ്. സോ അവരെ കൊണ്ട് എൻകറേജ് ചെയ്യിക്കുക. പിന്നെ ഡു നോട്ട് ഇന്റർഫിയർ ഇൻ ദ കമ്പൾസറി ബിഹേവിയേഴ്സ്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ഒരിക്കലും അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയരുത്. അങ്ങനെ നമ്മൾ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് എന്ത് OCD കൊടുക്കാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ്. പിന്നെ ഇപ്പൊ ഒരു പേഷ്യന്റിന് OCD ഉണ്ടെങ്കിൽ അവരിപ്പം ഏത് OCD മാത്രമല്ല ഏത് സൈക്കാട്രിക് പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കണം? വെന്റിലേറ്റ് ചെയ്യിക്കണം. സൈക്കാട്രിക് പേഷ്യൻസിനായാലും എന്ത് പേഷ്യൻസ് ആയാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? അവരെ കൊണ്ട് അവരെന്താണ് ഫീൽ ചെയ്യുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യിക്കുക. വെന്റിലേറ്റ് ദെയർ ഫീലിങ്സ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു നമുക്ക് ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായിട്ടുണ്ടാവും. ഒരു ട്രോമാറ്റിക് ഇവന്റ് ഉണ്ടായിട്ടുണ്ടാവും. ആ ട്രോമാറ്റിക് ഇവന്റ് നമ്മൾ പിന്നെയും പിന്നെയും റീ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്താണ് റെക്കറന്റ് ഡ്രീംസ് വരുന്നു, ഫ്ലാഷ് ബാക്സ് ഒക്കെ ആയിട്ട് വരുന്നു. It is characterized by re-experiencing of an extremely traumatic event accompanied by recurrent dreams and flashback. ഫ്ലാഷ്ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഡ്രീംസ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ പിന്നെയും പിന്നെയും ആ ട്രോമാറ്റിക് ഇവന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണെന്ത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമുക്ക് നമ്മളൊരു അപകടത്തിൽപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ അപകടം പെട്ടതും എല്ലാം കൂടെ നമ്മൾ ഉറക്കത്തിലിരിക്കുമ്പോഴൊക്കെ എന്താണ് നമുക്ക് റീ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ത് PTSD. എന്തൊക്കെയാണ് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്? അവരെ കൊണ്ട് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്രസ് ചെയ്യിക്കുക. അവരോട് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അവരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കുക. അവരുമായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. സപ്പോർട്ട് കൊടുക്കുക. അവരുടെ സപ്പോർട്ട് ഗ്രൂപ്പ്സിലേക്ക് അവർ എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം. ഇതൊക്കെയാണ് നമുക്ക് PTSD മാനേജ്മെന്റ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള കണ്ടീഷൻസ് ആണെന്ന് മൂഡ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡേഴ്സ് മീൻസ് എന്താണ്? രണ്ടെണ്ണമുണ്ട്, മാനിയ ആൻഡ് ഡിപ്രഷൻ. മാനിയ മീൻസ് എന്താണ്? ഒരു അഗ്രസീവ് ബിഹേവിയർ ആണെങ്കിൽ ഡിപ്രഷൻ എന്താണ്? ഒരു സോഷ്യലി ഐസൊലേറ്റഡ് ഇതാണ് ഡിപ്രഷൻ. മാനിയ നോക്കാം. മാനിയ മീൻസ് എന്താണ്? അഗ്രസീവ് ബിഹേവിയേഴ്സ് ഉണ്ടാകും അവർക്ക്. ഗ്രാൻഡിയസ് ആൻഡ് പെർസിക്യൂഷണൽ. ഗ്രാൻഡിയസ് മീൻസ് എന്താണ്? ഞാൻ വലിയൊരാളാന്നൊരു ഭാവമായിരിക്കും അവർക്ക്. പിന്നെ പെർസിക്യൂഷണൽ മീൻസ് എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു, എനിക്ക് എന്നെ ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ റെസ്റ്റ്ലെസ് ആയിരിക്കും അവര്. ഫ്ലൈറ്റ് ഓഫ് ഐഡിയ. പെട്ടെന്നായിരിക്കും അവർക്ക് ഓരോ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ നിന്ന് അവർ വേഗം വേഗം ജമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ അവർക്ക് എന്താണ്? അപ്പറ്റൈറ്റ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് മാനേജ്മെന്റ് എന്തൊക്കെ കൊടുക്കുക? സേഫ്റ്റി. കാരണം ഇവർ അഗ്രസീവ് ബിഹേവിയർ ആയതുകൊണ്ട് ഇവർക്ക് എന്താണ്? സേഫ്റ്റി ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദം. പിന്നെ എന്താണ്? അവർക്ക് ആർഗ്യൂ ചെയ്യാനൊന്നും പാടില്ല. പിന്നെ സെഡേറ്റീവ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ, കാരണം ഒരു ഓർമ്മത്തൊന്നും ഉണ്ടാവില്ല. സോ അഡ്മിനിസ്റ്റർ സെഡേറ്റീവ്സ്. ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണെന്ത്? ലിഥിയം കാർബണേറ്റ്. ലിഥിയം കാർബണേറ്റിന് നമുക്ക് നോർമൽ ഡോസ് ആണെന്ത്? 0.6 to 1.2 mg/L.
ഈ 1.2 MBK/L കൂടിയാൽ അല്ലെങ്കിൽ 1.5 കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ടോക്സിസിറ്റി ലെവലായി. ടോക്സിസിറ്റി വന്ന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എന്തിനായിരിക്കണം? വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കണം. നമ്മൾ ആ മെഡിസിൻ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഡോക്ടറെ ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കൊടുക്കുക. പിന്നെ ഇതിന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിൽ 3 രീതിയിലാണ് എന്ത് നമ്മള് ടോക്സിസിറ്റിനെ പറയുന്നത്. മൈൽഡിലാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? പോളിയൂറി ഉണ്ടാവും, ബ്ലഡ് വിഷൻ ഉണ്ടാവും, സ്ലേർഡ് സ്പീച്ച്. മോഡറേറ്റിലാണെങ്കിലോ നിസ്റ്റാഗ്മസ് എന്ന് പറയും, റാപ്പിഡ് ആയിട്ടുള്ള ഐ മൂവ്മെന്റ്സ്. സിവിയർ ടോക്സിസിറ്റി ആണെങ്കിലോ ഒലിഗ്യൂറി ഉണ്ടാവും, ഹാലൂസിനേഷൻ ഉണ്ടാവും, നിസ്റ്റാഗ്മസ് ഉണ്ടാവും. ഇതൊക്കെയാണ് എന്ത്? ടോക്സിസിറ്റി. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ടോക്സിസിറ്റി. നെക്സ്റ്റ് പറയുന്നത് എന്ത്? ഡിപ്രഷൻ. ഡിപ്രഷൻ മീൻസ് എന്താണ്? അവര് സോഷ്യലി ഐസൊലേറ്റഡ് ആണ്, സോഷ്യലി വിഡ്രോവൽ ആയിരിക്കും. അവർക്ക് എന്താണ്? ആക്ടിവിറ്റീസ് ഒക്കെ ഡിക്രീസ് ആയിരിക്കും, അവർക്ക് ഇമോഷൻസ് ഒന്നും അവർക്ക് ഉണ്ടാവത്തില്ല അധികം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അവർക്ക് ഒന്നെങ്കിൽ അപ്പറ്റൈറ്റ് കൂടും. ചില ആൾക്കാർക്ക് ഡിപ്രഷൻ ആയാൽ ഒന്നെങ്കിൽ അപ്പറ്റൈറ്റ് കൂടും അല്ലെങ്കിൽ എന്താണ്? അപ്പറ്റൈറ്റ് കുറയും. പിന്നെ അവർക്ക് എന്താണ്? ഈ ഡിപ്രഷനുള്ള ആൾക്കാരാണെന്ത്? സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ ചാൻസ് കൂടുതലുള്ള ആൾക്കാരാണ് ഇവര്. ഓക്കെ, ഇവർക്ക് കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്? അസസ് ഫോർ സൂയിസൈഡ് ടെൻഡൻസി, അസിസ്റ്റ് വിത്ത് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ്. എപ്പോഴും ഇവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കണം. കാരണം എപ്പോൾ വേണമെങ്കിൽ അവർക്ക് സൂയിസൈഡ് ടെൻഡൻസി വരാം. അതായത് ഇവർക്ക് ഫീലിംഗ്സ് എന്തൊക്കെയാണ് നമുക്ക് തോന്നുന്നത്, അവർക്ക് എന്താണ് പറ്റിയെന്നുള്ള നമ്മൾ എക്സ്പ്രസ് ചെയ്യിക്കുക, റെഗുലേറ്റ് ഫീലിംഗ്സ്. പിന്നെ നെക്സ്റ്റ് വന്നാണ് എന്ത്? ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. മെയിൻ ആയിട്ട് 2 ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് വരുന്നത്: അനോറക്സിയ നെർവോസിൻ, ബുലിമിയ നെർവോസിൻ. അനോറക്സിയ നെർവോസിൻ മീൻസ് എന്താണ്? അവർ സെൽഫ് സ്റ്റാർവേഷൻ, അവർ ഭക്ഷണം കഴിക്കത്തില്ല. സെൽഫ് സ്റ്റാർവേഷൻ ആൻഡ് എക്സസീവ് വെയിറ്റ് ലോസ്. അവരെന്താണ്? സയൻസ് സിംറ്റംസ് എന്താണ് കാണിക്കുന്നത്? ഫിയർ ഓഫ് വെയിറ്റ് ഗെയിൻ. അവർ വെയിറ്റ് ഗെയിൻ ചെയ്യുമോ എന്ന് ഭയന്നിട്ട് എന്ത് ചെയ്യും? ഡ്രമാറ്റിക്കലായിട്ട് അവരെന്ത് ചെയ്യും? വെയിറ്റ് ലോസ് ആക്കുന്നു. ഇതാണ് എന്ത്? അനോറക്സിയ നെർവോസ. ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ്? ഹോർമോൺ ഡെഫിഷ്യൻസി വരാം. അതുപോലെ തന്നെ എന്താ? ഇലക്ട്രോണിക് ഇംബാലൻസ് വരാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്നും നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്യും? ഡെത്ത് വരെ ഒക്കർ ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ബുലീമിയ നെർവോസ. ബുലീമിയ നെർവോസ എന്താ വരിക? അവര് എക്സസീവ് ആയിട്ട് എന്ത് ചെയ്യും? നല്ലോണം കഴിക്കും, ബിഞ്ച് ഈറ്റിംഗ് കഴിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഫോളോഡ് ബൈ വൊമിറ്റ് ചെയ്യും. കഴിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? കഴിക്കുന്നതൊക്കെ വൊമിറ്റ് ചെയ്ത് കളയും. അതാണ് എന്ത്? ബുലീമിയ നെർവോസ. ഇതിനകത്തും സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തായിരിക്കും? എക്സ്ട്രീം കൺസേൺ വിത്ത് ദ ബോഡി ആൻഡ് ഷേപ്പ്. അവരുടെ ബോഡിയെ പറ്റി, അവരുടെ വെയിറ്റിനെ പറ്റി, ഷേപ്പിനെ പറ്റി ഒക്കെ ഭയങ്കര കൺസേൺ ആണ്. പിന്നെന്താണ്? GI അൾസേഴ്സ് ഉണ്ടാവും അവർക്ക്, ടൂത്ത് ഡിക്കേ ഉണ്ടാവാം, എക്സസീവ് ആയിട്ട് അവർ എക്സസൈസ് ഒക്കെ ചെയ്യും. ഇതൊക്കെയാണ് എന്ത്? ബുലിമിയ നെർവോസന്റെ സയൻസ് ആൻഡ് സിംറ്റംസ്. ഈ അനോറക്സിയ നെർവോസ ആയാലും ബുലിമിയ നെർവോസ ആയാലും നമ്മൾ എന്താണ്? ഇമ്പയർഡ് ന്യൂട്രീഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമ്പയർഡ് ന്യൂട്രീഷൻ. അനോറക്സിയ ആണെങ്കിൽ ലെസ് ദാൻ ബോഡി റിക്വയർമെന്റ്, ബുലിമിയ ആണെങ്കിൽ മോർ ദാൻ ബോഡി റിക്വയർമെന്റ്. അങ്ങനെ നമ്മൾ അവർക്ക് ഇംബാലൻസ് ന്യൂട്രീഷൻ ആയിരിക്കും കണ്ടുവരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഇന്റർവെൻഷൻസ് എന്താണ്? അവരുടെ രണ്ടുപേരുടെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അവർക്ക് എന്താണ് അവരുടെ ഡയറ്റിനെ പറ്റി അല്ലെങ്കിൽ അവരുടെ ബോഡി വെയിറ്റിനെ പറ്റി അവരെന്താണ് അവർക്ക് ഉള്ള ഫീലിങ്സ് അത് അവരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കുക. പിന്നെ എന്താണ്? അവർ സെറ്റ് ടൈം ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് കഴിക്കാനായിട്ട് ഒരു സെറ്റ് ടൈം ഉണ്ടാക്കി കൊടുക്കുക. അനോറക്സിയ നെർവോസിലൊക്കെ ആണെങ്കിൽ എന്താണ്? ഫ്ലൂയിഡ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഒക്കെ കാണാം. സോ അതെന്ത് ചെയ്യണം? നമ്മൾ റീസ്റ്റോർ ചെയ്യണം. പിന്നെ എന്താണ്? ലാസ്റ്റ് മേ ബി സൂയിസൈഡ് ടെംപ്ടേഷൻ ഇടാൻ സാധ്യതയുണ്ട്. സോ അവർക്ക് റെഫർ ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരെ റെഫർ ചെയ്ത് വിടണം. സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് അവരെ റെഫർ ചെയ്ത് വിടുക. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്. കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സിന് അടിയിൽ വരുന്നതാണ് 3 കണ്ടീഷൻസ്: ഡെലീറിയം, ഡിമെൻഷ്യ ആൻഡ് അംനീഷ്യ. ഡെലീറിയം മീൻസ് എന്താണ്? ടെമ്പററി കൺഫ്യൂഷൻ ആണ് അവർക്ക്. അവർ ടെമ്പററി ആയിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു, ഡിസോറിയന്റഡ് ആവുന്നു, മറന്നു പോവുകയാണ്. പിന്നെ ഡിമെൻഷ്യ മീൻസ് എന്താണ്? പ്രോഗ്രസീവ്ലി, പതുക്കെ പതുക്കെ അവരുടെ എന്താണ്? മെമ്മറി, ലേണിംഗ്, കമ്മ്യൂണിക്കേഷൻ, മോട്ടോർ കോർഡിനേഷൻ ഇതെല്ലാം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണെന്ത്? ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്. അംനേഷ്യ മീൻസ് എന്താണ്? അവർക്ക് പാസ്റ്റ് ഇൻഫർമേഷൻസ് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ റിട്രോഗ്രേഡ് അംനേഷ്യ എന്ന് പറയും. ഇനബിലിറ്റി ടു റീകോൾ ദ ഇനബിലിറ്റി ടു റീകോൾ ദ പാസ്റ്റ് ഇൻഫർമേഷൻ ആണെന്ത്? റിട്രോഗ്രേഡ് അംനേഷ്യ. അൺഏബിൾ ടു റീകോൾ ദ ന്യൂ ഇൻഫർമേഷൻ ആണെന്ത്? ആൻഡ്രോഗ്രേഡ്. പഴയ ഇൻഫർമേഷൻസ് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ റിട്രോഗ്രേഡ് എന്നും, ന്യൂ ഇൻഫർമേഷൻസ് അതിനെ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആൻഡ്രോഗ്രേഡ് അംനേഷ്യ എന്നും പറയും. ഓക്കെ, ഇതിന്റെ പറയുന്ന ഇന്റർവെൻഷൻസ് ആണ് എന്ത്? പേഷ്യന്റ് നമ്മൾ ഓറിയന്റ് ചെയ്യിക്കണം. ഡെയിലി നമുക്ക് ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് കാര്യം ഡെയിലി അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ്? സിമ്പിൾ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക, സെൽഫ് കെയർ ആക്ടിവിറ്റീസിനൊക്കെ എന്ത് ചെയ്യണം? അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഇന്റർവെൻഷൻസ്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? സോമാറ്റോഫോം ഡിസോർഡർ. സോമാറ്റോഫോം ഡിസോർഡേഴ്സ് എന്താണ്? അവർ ഇമോഷണലി അവർ ഡാമേജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി അവരുടെ ഇമോഷണൽ ഡിസ്ട്രെസ്സിന് എന്ത് ചെയ്യും? അവർ ഫിസിക്കൽ സിംറ്റംസ് ആക്കി മാറ്റുകയാണ്. Conversion of emotional distress into physical symptoms or illness that has no organic causes. ശരിക്കും അങ്ങനെ പ്രശ്നം പ്രോബ്ലം അവിടെ ഇല്ല. പക്ഷെ എന്താണ്? അവർ ഇമോഷണലി ഡിസ്ട്രസ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരുടെ ഫിസിക്കൽ സിംറ്റംസിനെ അവരെന്താക്കി മാറ്റി?
സൈക്യാട്രിക് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസിനെ അവർ ഇമോഷണൽ ഡിസ്ട്രസിനെ അവർ എന്താക്കി മാറ്റി, ഫിസിക്കൽ സിംറ്റംസ് ആക്കി മാറ്റി. ഓക്കെ, രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് കൺവേർഷൻ ഡിസോർഡർ, സെക്കൻഡ് വൺ ഹൈപ്പോകോൺട്രിയാസിസ്. കൺവേർഷൻ മീൻസ് എന്താണ്, അവരുടെ ഇമോഷണൽ ഡിസ്ട്രസിനെ അവര് മോട്ടോർ, സെൻസറി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആക്കി മാറ്റുവാണ്. എക്സാമ്പിൾ എന്താണ്, അവർ ബ്ലൈൻഡ് ആണെന്ന് പറയാ, അവർ പാരലൈസ്ഡ് ആയി പോയി എന്ന് പറയാ, ഇതൊക്കെയാണ് കൺവേർഷൻ ഡിസോർഡർ. ഹൈപ്പോകോൺട്രിയാസിസ് മീൻസ് എന്താണ്, അവരുടെ മനസ്സിലൊരു പ്രീ ഓക്യുപ്പൈഡ് തോട്ട്സ് എന്താണ്, അവർക്ക് എന്തോ സീരിയസ് ഇൽനെസ് ഉണ്ട് അല്ലെങ്കിൽ സീരിയസ് ഡിസീസ് ഉണ്ടെന്നൊരു പ്രീ ഓക്യുപ്പൈഡ് തോട്ട്സ് ഉണ്ട്, ഒരു ഫിയർ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത നോൺ പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഫിസിഷ്യനെ വിസിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് എന്ത്, ഹൈപ്പോകോൺട്രിയാസിസ്. ഇതിന്റെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്, ക്ലയന്റ് ശരിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ, ഒരു ഇൽനെസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം, എലിമിനേറ്റ് ചെയ്ത് കളയണം. ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഫിസിക്കൽ സിംറ്റംസ് ഇല്ല, അതൊരു ഇമോഷണൽ ഡിസ്ട്രസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ആ ഇമോഷണൽ ഡിസ്ട്രസിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് എന്താണ് ഫീലിംഗ് ചെയ്യുന്നത്, അവരുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവർക്ക് എന്താണ് ഡിസ്ട്രസ് ആയിട്ടുള്ളത് എന്ന് അവരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കുക. അപ്പൊ കുറച്ചൊരു ആശ്വാസം കിട്ടും അവർക്ക്. അതിന് ഡയഗ്നോസിസ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മീൻസ് എന്താണ്, ഫസ്റ്റ് ടൈപ്സ് എന്താണ്, അവർക്ക് പേഴ്സണാലിറ്റി പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ പാരനോയിഡ് ഡിസോർഡർ. പാരനോയിഡ് ഡിസോർഡേഴ്സ് മീൻസ് ഓൾവേസ് ഡൗട്ട്ഫുൾ ആയിരിക്കും അവര്. എന്താണ്, അവർക്ക് ആരും വിശ്വാസമില്ലായ്മയാണ്, ഡിസ്ട്രസ്റ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവർ വിശ്വാസമില്ലായ്മ. ആൻഡ് കോൺസ്റ്റന്റ് സസ്പീഷ്യൻസ് ദാറ്റ് പീപ്പിൾ അറൌണ്ട് യു ഹാവ് സിനിസ്റ്റർ മോട്ടീവ്സ്. എന്റെ ചുറ്റുമുള്ളവർക്ക് എന്നെ എന്താണ് എന്നെ ഉപദ്രവിക്കാൻ ഒരു സിനിസ്റ്റർ മോട്ടീവ് ഉണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ പാരനോയിഡ് ബിഹേവിയേഴ്സ്, അവരെ ഓൾവേസ് ഡൗട്ട്ഫുൾ ആയിരിക്കും, അവരാരും വിശ്വസിക്കത്തില്ല, എല്ലാവരും സസ്പീഷ്യസോടെ മാത്രമേ കാണുള്ളൂ. നെക്സ്റ്റ് വൺ ആണെന്ത്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അവരെന്താണ്, അവരാണ് ഈ ക്രിമിനൽ ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാർ. അവരെന്താണ്, ദേ ടെൻഡ് ടു ലൈ ആൻഡ് സ്റ്റീൽ. അവർ കട്ടെടുക്കും, കള്ളം പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ക്രിമിനൽ ബിഹേവിയേഴ്സ് ഉള്ള ആൾക്കാരാണെന്ത്, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. തേർഡ് വൺ ആണെന്ത്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ എന്താ സംഭവിക്കുക, അവർക്ക് അവരുടെ ബോഡിനെ കുറിച്ച് ഒരു പുവർ സെൽഫ് ഇമേജ് ആയിട്ട് ഉണ്ടാവുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ മൂഡ് ഇൻസ്റ്റബിലിറ്റി ആൻഡ് പുവർ സെൽഫ് ഇമേജ്. അവരുടെ ദേഷ്യം എന്താണ്, അവരുടെ ബോഡിയോട് തന്നെ ഇഞ്ചുറി ആക്കുക, അവരുടെ സെൽഫ് ഇഞ്ചുറി ആക്കുക അവര്. അതായത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ, നമ്മൾ തല കൊണ്ട് ഇരിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്, കൈ മുറിക്കുന്നു. സൂയിസൈഡ് ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. They take their anger out of themselves and causing self-injuries. Suicide threats the actions are common in this persons. നെക്സ്റ്റ് വൺ ആണത് ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി. ഹിസ്റ്റോറിക് പേഴ്സണാലിറ്റി മീൻസ് എന്താണ്, സെന്റർ ഓഫ് അറ്റൻഷൻ ഞാനായിരിക്കണം, എല്ലാവരും അറ്റൻഷൻ എന്നിലേക്ക് തന്നെ വരണം, കോൺസ്റ്റന്റ് അറ്റൻഷൻ സീക്കർ ആയിരിക്കും അവര്. അതുപോലെ തന്നെ എന്താണ്, സെന്റർ ഓഫ് അറ്റൻഷൻ ഞാനായിരിക്കുന്ന രീതിയിൽ അവർക്ക് എന്താണ്, അതിനനുസരിച്ച് അവർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരെന്താണ്, കുറെ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അവർ വിചാരിക്കുകയാണ് എല്ലാവരും എന്റെ ഒരു സുപ്പീരിയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. സോ എന്ത് ചെയ്യും, അവർ അതുപോലെ തന്നെ എന്താണ്, അവർ മറ്റുള്ളവരുടെ ഫീലിങ്സിനോ ഇതിനൊന്നും ഒരു വില കൽപ്പിക്കാത്ത ആൾക്കാരാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ദ, മറ്റുള്ളവരുടെ അഡ്വാൻറ്റേജസ് എടുക്കുന്ന ആൾക്കാരാണ് എന്ത്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ. നെക്സ്റ്റ് പറയുന്നത് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി മീൻസ് എന്താണ്, അവർ സോഷ്യൽ ഇന്ററാക്ഷൻസ് അവോയ്ഡ് ചെയ്യും. ബി ഹ്യൂമിലിയേഷന് പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, സോഷ്യൽ ഇന്ററാക്ഷൻ, അവർ മറ്റുള്ളവരെ എന്നെ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് എന്താണ്, സോഷ്യൽ ഇന്ററാക്ഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ഒരു ടീംസ് ആണ് എന്ത്, അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാര്. നെക്സ്റ്റ് വൺ ആണെന്ത്, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഡിപ്പെൻഡന്റ് മീൻസ് എന്താണ്, ഓൾവേസ് ഡിപ്പെൻഡന്റ് ആയിരിക്കും, മറ്റുള്ളവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ത്, ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. അവർക്ക് എന്താണ്, എവരുടെ ഉള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എന്താ, ഒരു 100 അഭിപ്രായം മറ്റുള്ളവർ ചോദിച്ചാൽ മാത്രമാണ് അവർക്ക് എന്താണ്, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഹാസ് ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് എവരിഡേ ഡിസിഷൻ വിത്തൗട്ട് ആൻ എക്സസീവ് എമൗണ്ട് ഓഫ് അഡ്വൈസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് അഡ്വൈസ് കിട്ടാണ്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ആണ് സ്കീസോഫ്രീനിയ. സ്കീസോഫ്രീനിയ മീൻസ് എന്താണ്, നമ്മള് ഡോപ്പമിന്റെ എക്സസീവ് കാരണം ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണെന്ത്, സ്കീസോഫ്രീനിയ. സൈൻസ് ആൻഡ് സിംറ്റംസ് ആണെന്ത്, ബോഡി ഇമേജ് ഡിസ്റ്റോർഷൻ ഉണ്ടാവും, അവരുടെ സെൽഫ് നെഗ്ലക്റ്റിന്റെയും സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ എന്തെയും നെഗ്ലക്ട് ചെയ്യും. മോട്ടോർ ഇമ്പയർമെന്റ്, അതായത് വരുന്ന 4 കണ്ടീഷൻസ് ആണ്. ഇമ്മൊബിലൈസേഷൻ. നെക്സ്റ്റ് വാക്സി ഫ്ലെക്സിബിലിറ്റി. വാക്സി ഫ്ലെക്സിബിലിറ്റി മീൻസ് എന്താണ്, അവർ ഒരു ഫിക്സ്ഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പോസ്റ്റർ എന്തെയും ഒരു കുറച്ച് നേരത്തേക്ക് പിടിച്ചുകൊണ്ടിരിക്കും. ഹോൾഡിംഗ് എ പോസ്റ്റർ ഇൻ എ ഫിക്സ്ഡ് പൊസിഷൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു കുറച്ച് നേരത്തേക്ക് അവർ എന്താണ്, ഒരു ഫിക്സ്ഡ് പൊസിഷൻ ഹോൾഡ് ചെയ്യും.
നെക്സ്റ്റ് വൺ ആണ് എക്കോലാലിയ. എക്കോലാലിയ മീൻസ് എന്താണ് റിപ്പീറ്റഡ് വേർഡ്സ് അവർ പറയും. ഇക്കോപ്രാക്സിയ മീൻസ് റിപ്പീറ്റേഷൻ ഓഫ് മൂവ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് സൈൻ ആണെന്ത് ആംബിവാലൻസ്. ആംബിവാലൻസ് മീൻസ് എന്താണ് ഇനബിലിറ്റി ടു മേക്ക് ദ ഡിസിഷൻ ഓർ ജഡ്ജ്മെന്റ് അബൌട്ട് എ പേഴ്സൺ ഓർ എ സിറ്റുവേഷൻ. ഒരു പേഴ്സണെ പറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ പറ്റി അവർക്ക് എന്താണ് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് വൺ ആണെന്ത് അബ്നോർമൽ തോട്ട്സ്. അബ്നോർമൽ തോട്ട്സിന്റെ അടിയിൽ എന്താണ് നാലഞ്ചെണ്ണം വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. അവർ എന്ത് ചെയ്യും, എൻഡ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് കൗണ്ട്ലെസ് ആയിട്ട് അൺനെസസറി ആയിട്ട് കുറെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് തന്നുകൊണ്ടിരിക്കും. countless details and explanations before setting to a point. ലാസ്റ്റ് എൻഡ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് അവർ കൗണ്ട്ലെസ് ആയിട്ട് എന്ത് ചെയ്യും, കുറെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കുറെ അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വൺ ആണ് കൺഫാബുലേഷൻ. കൺഫാബുലേഷൻ മീൻസ് അവർ ഓൺ സ്റ്റോറി ഉണ്ടാക്കുവാണ്, ക്രിയേറ്റ് ദെയർ ഓൺ സ്റ്റോറി. അവര് തന്നെ വിശ്വസിക്കുന്ന ഒരു സ്റ്റോറി എന്തായാലും മറ്റുള്ളവർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അവര്. മൂന്നാമത്തെ ആണ് എന്ത് ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്. അതെന്താണ് ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ദ ക്ലയന്റ് ജമ്പ് ഫ്രം വൺ ടോപ്പിക് ടു അനദർ. ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് എന്താണ് അവർ ജമ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് വൺ ആണ് എന്ത് യൂസിങ് ഓഫ് അസോസിയേഷൻ. നോ റിലേറ്റഡ് ടു സെന്റൻസ്. അതായത് രണ്ട് സെന്റൻസുകൾ തമ്മിൽ ഒരു ഇത് ഉണ്ടാവത്തില്ലാണ്, ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവത്തില്ല. കൺഫ്യൂസ്ഡ് ലോജിക്കൽ തിങ്കിങ് വിത്ത് ഇന്ററപ്റ്റഡ് കണക്ഷൻസ് അവിടെ ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് വൺ ആണ് തോട്ട് ബ്ലോക്ക്. തോട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റോപ്പ് സ്പീക്കർ. സഡൻ സെൻസേഷൻ ഓഫ് ദ തോട്ട്സ് ഇൻ ദ മിഡിൽ ഓഫ് സെന്റൻസ്. തലച്ചോറിന് ഇടയ്ക്ക് അവർ എന്താണ് മിണ്ടാണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് വേർഡ്സ് കലാട്ട്. മിക്സിംഗ് ഓഫ് ഓൾ വേർഡ്സ്. എല്ലാ വേർഡ്സും എല്ലാ ഫ്രേസസും അവർ മിക്സ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് നിയോലോഗിസം. അവരെന്താണ് ന്യൂ വേർഡ്സ് ഉണ്ടാക്കുവാണ്. ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ വേർഡ്സ് ദാറ്റ് മീനിങ് ഫുൾ ഓൺലി ടു ദംസെൽഫ്. അവർക്ക് മാത്രമാണ് അതിന്റെ മീനിങ് അറിയത്തുള്ളൂ, അവർക്ക് മാത്രമാണ് അത് മീനിങ് ഫുൾ. ബാക്കി ആർക്കും അതിന്റെ മീനിങ് അറിയത്തില്ല, അതെന്താ സംഭവം ഉള്ളവരെ അറിയത്തില്ല. അവർക്ക് മാത്രമാണ് ആ ന്യൂ വേർഡും അതിന്റെ മീനിങ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. ഫോർ ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ ഉണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത് പാരനോയിഡ് സ്കീസോഫ്രീനിയ, ഹെബഫ്രെനിക് സ്കീസോഫ്രീനിയ, കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. ലാസ്റ്റ് വൺ ആണ് റെസിഡ്യൂവൽ സ്കീസോഫ്രീനിയ. പാരനോയിഡ് മീൻസ് എന്താണ്, അവർ ഓൾവേസ് സസ്പീഷ്യസ് ആയിരിക്കും, ഡെല്യൂഷണൽ ആയിരിക്കും, പ്രോസിക്യൂഷൻ എന്നാലോ ഉപദ്രവിക്കാൻ വരുന്നൊരു മോട്ടീവ് ഉണ്ടെന്ന് വിചാരിക്കും, ഓഡിറ്ററി ഹാലോസിനേഷൻ ഉണ്ടാവും. സെക്കൻഡ് വൺ ആണ് ഹെബഫ്രെനിക് സ്കീസോഫ്രീനിയ. അവർ എന്താണ് ഡിസോർഗനൈസ്ഡ് ആയിട്ട് എന്താണ് അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് ഇമോഷൻസ് കാണിക്കും അവര്. ഇനപ്രോപ്രിയേറ്റഡ് ലാഫ് അല്ലെങ്കിൽ ഇനപ്രോപ്രിയേറ്റ് ഫ്ലാറ്റ് എഫക്ട്സ് ഒക്കെ ചെയ്യും. തേർഡ് വൺ ആണ് കാറ്ററ്റോണിക് സ്കീസോഫ്രീനിയ. സ്ട്രോങ്ലി ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് മോട്ടോർ ആക്ടിവിറ്റി ആയിരിക്കും. ഒന്നെങ്കിൽ അവർക്ക് വാക്സി ഫ്ലെക്സിബിലിറ്റി, ഒരു ഫിക്സ്ഡ് പൊസിഷൻ പിടിക്കും, അല്ലെങ്കിൽ എക്കോപ്രാക്സിയ, റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് വൺ ആണ് റെസിഡ്യൂവൽ സ്കീസോഫ്രീനിയ. റെസിഡ്യൂവൽ മീൻസ് എന്താണ്, അവർക്ക് ഓൾറെഡി സ്കീസോഫ്രീനിയ ഉണ്ട്, 2 or 3 ടൈപ്സ് അവർക്ക് എന്താണ് സ്കീസോഫ്രീനിയ വരുന്നതാണ് റെസിഡ്യൂവൽ സ്കീസോഫ്രീനിയ. ഇതാണ് 4 ടൈപ്സ് ഓഫ് സ്കീസോഫ്രീനിയ. ഇതിന് ഇന്റർവെൻഷൻസ് എന്തായാലും കൊടുക്കണ്ടേ, സേഫ് എൻവറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ പ്രൊവൈഡ് പാടുള്ളൂ, ക്യാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള ഫുഡ്. കാരണം പാരനോയിഡ് സ്കീസോഫ്രീനിയ വിചാരിക്കും എന്താ ആർക്കൊക്കെ എന്നെ ഉപദ്രവിക്കാൻ മോട്ടീവ് എന്നുള്ളതുകൊണ്ട് അവർ ഓൾവേസ് ക്യാൻഡ് ഫുഡ് ആയിരിക്കും എടുക്കുക. മോണിറ്റർ ഫോർ സൂയിസൈഡ് റിസ്ക്. ഇതൊക്കെയാണ് സ്കീസോഫ്രീനിയന്റെ മാനേജ്മെന്റ്സ്. നെക്സ്റ്റ് ആണ് ഡെല്യൂഷൻ. ഡെല്യൂഷൻ മീൻസ് എന്താണ് ഫാൾസ് പെർസെപ്ഷൻ. ഫാൾസ് പെർസെപ്ഷൻ മീൻസ് എന്താണ് അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ഗ്രാൻഡിയസ് ഡെല്യൂഷൻ. ഫസ്റ്റ് വൺ ആണ് ഗ്രാൻഡിയസ്. എന്താണ് അവരെന്താണ് അവർക്ക് എന്തോ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, ഞാൻ സൂപ്പർമാൻ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് എന്ത് ഗ്രാൻഡിയസ് ഡെല്യൂഷൻ ഉള്ള ആൾക്കാര്. പെർസിക്യൂഷൻ ഡെല്യൂഷൻ മീൻസ് എന്താണ് അവർ വിചാരിക്കുകയാണ് മറ്റുള്ളവർക്ക് ആർക്കും അതിനെ ഉപദ്രവിക്കാൻ ഒരു ചിന്തയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മോട്ടീവ് ഉണ്ടെന്ന് ആരും ചിന്തിക്കുകയാണ്. ഡെലൂഷൻ ഓഫ് ജലസി മീൻസ് മറ്റുള്ളവർക്ക് എന്നോട് ജലസ് ആണ്. സോമാറ്റിക് ഡെലൂഷൻ മീൻസ് എന്തോ എനിക്ക് ഫിസിക്കൽ ഡിസോർഡർ ഉണ്ട്, എനിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഡിസോർഡർ ഉണ്ടെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇതാണ് ഡെലൂഷൻ. നെക്സ്റ്റ് ഇതിന്റെ ഇന്റർവെൻഷൻ എന്തൊക്കെയാണ്, പേഷ്യന്റ് എൻകറേജ് ചെയ്യിക്കുക, അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, അവർക്ക് എന്താണ് എന്താണ് ചിന്തിക്കുന്ന കാര്യം അവരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കാൻ അവരുടെ അറിവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നാണ് ഹാലൂസിനേഷൻ. ഹാലൂസിനേഷൻ മീൻസ് എന്താണ് സെൻസറി പെർസെപ്ഷൻ ദാറ്റ് ഹാസ് നോ എക്സ്റ്റേണൽ സ്റ്റിമുലേ. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലേ അവിടെ ഉണ്ടാക്കില്ല, പക്ഷെ നമുക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് മാത്രമായിരിക്കും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അതിന്. പക്ഷെ ടൈപ്സ് ആണെന്ത് ഓഡിറ്ററി ഹാലൂസിനേഷൻ. എന്താണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ, നമുക്ക് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കേൾക്കത്തില്ല. വിഷ്വൽ മീൻസ് കാണാൻ പറ്റും, നമുക്ക് മാത്രം, വേറെ ആർക്കും കാണില്ല. ഓൾഫാക്ടറി മീൻസ് സ്മെല്ല്. ടാക്ടൈൽ മീൻസ് ടച്ച്. ജസ്റ്റേറ്ററി മീൻസ് എന്താണ് ടേസ്റ്റ്. ഇതിന്റെ ഇന്റർവെൻഷൻസ് എന്തൊക്കെയാണ്, എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് അവർ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് വരെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കുക.
ഈ ടാക്ടൈൽ ഹാലുസിനേഷൻ ഉള്ള ആൾക്കാരെ ചുമ്മാ പോയി ടച്ച് ഒന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോൾ അത് ഡൈവേഷൻ തെറാപ്പി പോലെ ആയിക്കോളും. ലാസ്റ്റ് വൺ ആണത് ഡിഫൻസ് മെക്കാനിസം. എന്താണ് ഡിഫൻസ് മെക്കാനിസം? നമ്മളെ സാധനം കോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഓരോ കാര്യങ്ങൾ. അതായത് ഫസ്റ്റ് വൺ ആണത് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ മീൻസ് എന്താണ്? ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടാണ്. പുട്ടിങ് ആൻ എക്സ്ട്രാ എഫേർട്ട് ടു അച്ചീവ് ഇൻ ഏരിയ വേർ വൺ ഹാസ് റിയൽ ഓർ ഇമേജിൻഡ് ഡെഫിഷ്യൻസി. എനിക്ക് ഏതോ ഒരു ഭാഗത്ത് ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, അത് ശരിയാവാം തെറ്റാവാം, പക്ഷെ ആ ഒരു ഡെഫിഷ്യൻസി മറയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കഴിവുള്ള ഒരു ഭാഗത്ത് ഞാൻ എക്സ്ട്രാ എഫേർട്ട് ഇടുകയാണ്. പുട്ടിങ് ആൻ എക്സ്ട്രാ എഫേർട്ട്, എനിക്ക് കഴിവുള്ള ഭാഗത്തിന് എക്സ്ട്രാ എഫേർട്ട്, അപ്പൊ എന്താണ് ഡെഫിഷ്യൻസിനെ മറയ്ക്കോടെ കോമ്പൻസേറ്റ് ചെയ്യാണ്. സെക്കൻഡ് വൺ ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് എന്താണ്? എന്റെ ദേഷ്യം അല്ലെങ്കിൽ എന്റെ ഒരു ഫീലിങ്സ് ഞാൻ എന്ത് ചെയ്തു, എന്നെക്കാൾ ലെസ് ത്രെട്ടൺ ആയിട്ടുള്ള ആളിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഫീലിംഗ് ടുവേർഡ്സ് വൺ പേഴ്സൺ ഈസ് ഡയറക്റ്റഡ് ടു അനദർ ഹു ഇസ് ലെസ് ത്രെട്ടനിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഇൻചാർജ്മാർ ആരെങ്കിലും വഴക്ക് പറഞ്ഞു നിൽക്കട്ടെ, അവരെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആൾ വഴക്ക് പറഞ്ഞു. അപ്പൊ എന്താണ്, അവർക്ക് ആ ഒരു ദേഷ്യം വേറെ ആളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെക്കാളും താഴ്ന്ന ലെസ് ത്രെട്ടനായ നമ്മുടെ അടുത്തേക്കായിരിക്കും, സ്റ്റാഫ് നഴ്സുമാരുടെ അടുത്തായിരിക്കും എന്ത് ഇൻചാർജ്മാര് ആ ഫീലിംഗ്സ് അവർ ഇറക്കിവെക്കുന്നത്. ഇതാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് ഫാന്റസി. ഫാന്റസി മീൻസ് സാറ്റിസ്ഫാക്ഷൻ ബൈ ഇമേജിന് അച്ചീവ്മെന്റ്. ഇമേജിന് ഇത് അച്ചീവ്മെന്റ്സ് വഴി അവർ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നു. നെക്സ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ. അൺകോൺഷ്യസ് അറ്റംപ്റ്റ് ടു ചേഞ്ച് വൺസെൽഫ് ടു റിസംബിൾസ് ആൻഡ് അഡ്മയർഡ് പേഴ്സൺ. എനിക്ക് അഡ്മയർഡ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട്, അയാളെ പോലെ റിസംബിൾസ് കിട്ടാൻ വേണ്ടി ഞാൻ അയാളായി മാറാൻ ശ്രമിക്കുകയാണ്. അൺകോൺഷ്യസ് ആയി ഞാൻ അയാളെ മാറും. നെക്സ്റ്റ് പറയാനുണ്ട് ഇൻട്രോജക്ഷൻ. ഇൻട്രോജക്ഷൻ മീൻസ് എന്താണ്? സെയിം ഐഡന്റിഫിക്കേഷൻ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണ്, അയാളുടെ ട്രേറ്റ്സ്, അയാളുടെ വാല്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അയാളുടെ ഉള്ളിലുള്ള അയാളുടെ വാല്യൂസ്, അയാളുടെ മൂല്യങ്ങൾ, അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ മീൻസ് എന്താണ്? ട്രാൻസ്ഫോർ സെൽഫ് വാല്യൂസ് അല്ലെങ്കിൽ അൺഅക്സെപ്റ്റബിൾ ഐഡിയാസ് ഇൻ ടു അതേഴ്സ്. ഇപ്പൊ എനിക്ക് എന്തോ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തോ സെൽഫ് വാല്യൂ ഉണ്ട്, ആ സെൽഫ് വാല്യൂ ഞാൻ മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഓക്കെ. അടുത്താണെന്ത്? റാഷണലൈസേഷൻ. എന്താണ്? attempt to make unacceptable behaviors acceptable by justifying it. ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്ത്, അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്തു, എല്ലാവരെയും കൊണ്ട് അക്സെപ്റ്റബിൾ ആക്കി മാറ്റുവാണ്. അതാണെന്ത്? റാഷണലൈസേഷൻ. പിന്നെ എക്സാമിന് തോറ്റുപോയാൽ എന്താണ്? ജസ്റ്റിഫൈ ചെയ്ത് ഞാൻ പറയാണ്, ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കാത്തതുകൊണ്ടാണ്. ഇതാണ് റാഷണലൈസേഷൻ. നെക്സ്റ്റ് ആണ് റിപ്രഷൻ. അൺകോൺഷ്യസ് പ്രോസസ് വിച്ച് ബ്ലോക്ക് ദ അൺഡിസൈറബിൾ ബിഹേവിയേഴ്സ്. സപ്രഷനും റിപ്രഷനും കുറച്ച് സെയിം ആണ്. സപ്രഷൻ മീൻസ് എന്താണ്? കോൺഷ്യസ്ലി നമ്മൾ എന്താണ്, എനിക്കൊരു ഒരു ഒരു ഫോർഗറ്റബിൾ തിങ്സ്, അൺഫോർഗറ്റബിൾ തിങ്സ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ അൺഡിസർവ് ആയിട്ടുള്ള ബിഹേവിയർ എന്നോട് അത് കാണിച്ചു. അത് അൺകോൺഷ്യസ്ലി ഞാൻ മറന്നുപോയാൽ അതിനെന്താണ്? റിപ്രഷൻ എന്നും. കോൺഷ്യസ് മൈൻഡിൽ ഞാൻ എന്ത് മറന്നു പോകുന്നതിന് എന്താണ്? ആ പെയിൻഫുൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ തോട്ട്സ് ഞാൻ മറന്നു പോകുന്നതിനാണ് എന്ത്? സപ്രഷൻ എന്ന് പറയുന്നത്. സപ്രസ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് വൺ ആണ് സബ്ലിമേഷൻ. എക്സ്പ്രഷൻ ഓഫ് ആങ്കർ ഇൻ എ സോഷ്യലി അക്സെപ്റ്റബിൾ വേ. സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേയിലൂടെ എന്റെ ദേഷ്യത്തെ, അല്ലെങ്കിൽ എന്റെ ദേഷ്യത്തെ ഞാൻ എന്ത് ചെയ്തു മാറ്റുകയാണ്. ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഡ്രാമ വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു മറ്റുള്ളവരിലേക്ക് കൺവീനിയന്റ് ചെയ്ത് എടുക്കുകയാണ്. ഇതാണ് സപ്ലിമേഷൻ. ലാസ്റ്റ് വൺ ആണ് സൈക്യാട്രിക് ഡ്രഗ്സ്. സൈക്യാട്രിക് ഡ്രഗ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഏതൊക്കെയാണ്? രണ്ട് ടൈപ്സ് ഉണ്ട്, ടിപ്പിക്കലും എറ്റിപ്പിക്കലും. ടിപ്പിക്കൽ മീൻസ് എന്താണ്? ടു ഉണ്ട്, ഹാലോപെരിഡോളും ക്ലോർപ്രോമസൈനും. എറ്റിപ്പിക്കൽ ആണെങ്കിലോ ഒലാൻസപ്പൈൻ, ഡോസ്പെറഡോൺ, ക്ലോസറപ്പൈൻ. നെക്സ്റ്റ് ആണ് ആന്റി ഡിപ്രസന്റ്. ആന്റി ഡിപ്രസന്റിൽ ഏതൊക്കെ വരുന്നത്? ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസും ഉണ്ട്, SSRI ഉണ്ട്, മാവോ ഇൻഹിബിറ്റേഴ്സും ഉണ്ട്, MAOI ഇൻഹിബിറ്റേഴ്സ്. ഫസ്റ്റ് വൺ ആണ് ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിപ്രാമൈൻ. എന്തൊക്കെയാണ് അവർക്ക് വരുന്ന സയൻസ് സിംറ്റംസ്? ഡ്രൈ മൗത്ത് ഉണ്ടാവും, കാർഡിയക് ടോക്സിസിറ്റി ഉണ്ടാവും, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാവും, യൂറിനറി ടെൻഷൻ ഉണ്ടാവും. SSRI ഫ്ലൂഓക്സെറ്റൻ ആണ്, അല്ലെങ്കിൽ പാരോക്സെറ്റൻ ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയി വരുന്നത്. ഇവർക്ക് എന്താണ്? ഇമ്പോർട്ടൻസ് മീൻസ് സെക്ഷലി എബിലിറ്റി അവർക്ക് എന്താണ്, ചിലപ്പോൾ അവരുടെ ഇതാകാൻ സാധ്യതയുണ്ട്, പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട്, നെർവസ്നെസ് ഉണ്ടാവും, ഫോട്ടോ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ലാസ്റ്റ് ആണെന്ത്? MAOI, മോണോമൊബൈലേസ് ഓക്സിഡൈസ് ഇൻഹിബിറ്റേഴ്സ്. ഇതാണ് മൂഡ് സ്റ്റെബിലൈസർ. മൂഡ് സ്റ്റെബിലൈസറിന്റെ എക്സാമ്പിൾ ആണ് ലിഥിയം കാർബണേറ്റ്. ലിഥിയം കാർബണേറ്റ് സൈഡ് എഫക്റ്റ് പോളിയൂറിയ, ഇൻഎബിലിറ്റി ടു കോൺസെൻട്രേഷൻ, 1.2 MQ/L കൂടി എന്ത് സംഭവിക്കും? ടോക്സിസിറ്റി ആവും. എന്തൊക്കെ വരും? ഇൻഹിബിറ്റ് കോൺസെൻട്രേഷൻ, മസിൽ ട്വിച്ചിങ്, സിവിയർ ഡയറിയ ഒക്കെ വരും. ലാസ്റ്റ് ആന്റിസൈക്കോട്ടിക്
ആന്റി സൈക്കാട്രിക് ഡ്രഗ് ആണ് ആന്റി ആൻസൈറ്റി ഡ്രഗ് ബെൻസോഡായസെപ്പൈൻ. അവിടെ എന്താണ് ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസിന് ആന്റി ആൻസൈറ്റി ഡ്രഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. സയൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് ബ്ലഡ് ഡിവിഷൻ, അറ്റാക്സിയ, ഡിസ്നസ്, ഹൈപ്പോടെൻഷൻ. ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. ഇവിടെ എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് എന്താണ് നമ്മൾ കറണ്ട് അടിക്കുക, നമ്മൾ പറയും ഷോക്ക് അടിപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ് എന്ത് ECT. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ഗ്രാൻഡ് മാൾ ഫീച്ചേഴ്സ് ഇൻഡ്യൂസ്ഡ് ബൈ പാസിംഗ് 120 വാട്ട്സ് ടു ദ ബ്രെയിൻ എബോവ് ഹാഫ് എ സെക്കൻഡ്. എന്താണ് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഷോക്ക് അടിപ്പിച്ചിരുന്നു. ആർക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്? സിവിയർ ഡിപ്രഷൻ ഉള്ള ആൾക്കാർക്ക് വിത്ത് സൂയിസൈഡ് ടെൻഡൻസി, സിവിയർ മാനിയ, സിവിയർ സ്കീസോഫ്രീനിയ, മെഡിക്കേഷൻ കൊടുത്തിട്ടൊന്നും നമുക്ക് മാറ്റമില്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ECT കൊടുക്കും. എന്തൊക്കെ അഡ്വാൻസ് എഫക്ട് വരാം? ബ്രെയിൻ ഡാമേജ്, മെമ്മറി ലോസ്, സീഷർ ഒക്കെ ഇവർക്ക് വരാം. ലാസ്റ്റ് ആണ് ഇതിന്റെ എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഓഫ് പ്രീ ഓപ്പറേറ്റീവ്, ഇന്റർ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. പ്രീ ഓപ്പറേറ്റീവ് എന്തൊക്കെ ചെയ്യണം? ഒരു കൺസെന്റ് എടുക്കണം നമ്മള്. പേഷ്യന്റ് മിഡ്നൈറ്റ് തൊട്ട് എന്ത് ചെയ്യണം? എൻപോ വെക്കണം, വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യാം. അതുപോലെ തന്നെ അട്രോപ്പിനും ഗ്ലൈക്കോപൈഡായിട്ടൊക്കെ സർക്കുലേഷൻസ് റെഡ്യൂസ് ആക്കാൻ വേണ്ടി അഡ്മിനിസ്റ്റർ ചെയ്യാം. ഇന്റർ ഓപ്പറേറ്റീവ് ആണെങ്കിലോ EEG, ECG ഒക്കെ മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കുക. അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട് എന്താണ് ഓക്സിജൻ സപ്ലൈഷൻ കൊടുക്കണം. ലാസ്റ്റ് ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. എന്താണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ? പേഷ്യന്റ് ഓറിയന്റഡ് ആണോ നോക്കുക, റിയഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക, ഈസ് നീഡഡ് സക്ഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഗ്യാസ് റിഫ്ലക്സും സോളർ റിഫ്ലക്സ് ഒക്കെ തിരിച്ചു വന്നാൽ മാത്രമാണ് ഫുഡും മെഡിക്കേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊക്കെയാണ് സൈക്കാട്രി പഠിക്കാനുള്ള കുറച്ച് കണ്ടീഷൻസ്. ഓക്കെ, താങ്ക് യു.